നെയ്യാറ്റിങ്കര ടൗൺ ബസ് സ്റ്റാൻഡിൽ ഇതേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഒരു വാഴക്കൊലയാണ്. ഓട്ടങ്ങളൊന്നും ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ എടുത്ത ഒരു തീരുമാനമാണ്. രാവിലെ വൈകുന്നേരം വെള്ളം വീത്തും ഞാൻ വെച്ച് കൊടുക്കുന്ന കഞ്ഞി ചമ്മന്തി ഉണ്ടാവും, ചിലപ്പോൾ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാവും. എല്ലാം പയ്യന്മാരെ പ്രോത്സാഹനമാണ്. അങ്ങനെയാണ്, എടുക്കാൻ പറ്റില്ല. മണി എവിടെയാ സംഭവം? മണി പതിവായി ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ജനങ്ങളുടെ ഇടയിലൊക്കെ നല്ലൊരു പേരായല്ലേ ഈ ഒരു സംഭവം. അതെ, ഇവിടെ മണി മുഴക്കുന്നതിനനുസരിച്ച് തന്നെ ഏറ്റവും മുന്നിലുള്ള ഓട്ടോക്കാരന് ഒന്നാണ്, മറ്റ് രാഷ്ട്രീയം അങ്ങനെ വേർതിരിവൊന്നുമില്ല. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിനാകെ മാതൃകയാക്കാൻ പറ്റിയ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇത് നെയ്യാറ്റിങ്കര ടൗണിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഈ ഓട്ടോ സ്റ്റാൻഡിന് പറയാൻ ഒരുപാട് പ്രത്യേകതയുണ്ട്. നെയ്യാറ്റിങ്കര ടൗണിൽ തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡും ഒരു പച്ചക്കറി തോട്ടവും കുറേ ഓട്ടോ തൊഴിലാളികൾ. അവരുടെ കഥ കേട്ടപ്പോൾ വളരെയധികം അത്ഭുതം തോന്നി. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ കാലഘട്ടത്തിൽ ഈ ഓട്ടോ തൊഴിലാളികൾ കൂട്ടത്തോടെ അവരാലോചിച്ചു എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്ന്. അങ്ങനെ അവരിവിടെ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കുകയും അതിനെ പരിപാലിക്കുകയും അതിൽ നിന്ന് വിളവെടുത്ത് ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യുകയും ചെയ്തു. ധാരാളം പേർ ഇവിടുന്ന് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ വാർത്തകളായി മാധ്യമങ്ങളിൽ നിറഞ്ഞപ്പോൾ അതിനെ പിന്തുടർന്നാണ് ട്രിവാൻഡ്രം പൾസ് ചാനൽ നെയ്യാറ്റിങ്കര ടൗണിൽ എത്തിയത്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നെയ്യാറ്റിങ്കര ടൗൺ ബസ് സ്റ്റാൻഡിൽ ഇതേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഒരു വാഴക്കൊലയാണ്. എന്തൊരു അത്ഭുതം! സിറ്റിയുടെ നടുവിൽ തന്നെ. ഇതൊക്കെ സാധാരണ നമ്മൾ മട്ടുപ്പാവ് കൃഷി അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത്. ഇത് ഒരു വാഴക്കൊല. അതിനടുത്ത് നിരനിരയായി നിൽക്കുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡ്. നമസ്കാരം ചേട്ടാ. ചേട്ടാ, ഒരു കാര്യം, ഈ എങ്ങനെയാണ് ഈ ഒരു ആശയം വന്നത്? ഇവിടെ ഇങ്ങനെ ഒരു നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ഇങ്ങനെ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല. അത് എങ്ങനെയാണ് ഈ ഐഡിയ വന്നത്? ഈ കോവിഡ് സമയം 2-3 വർഷം കോവിഡ് സമയം. അതെ. സമയങ്ങൾ ഇവിടെ ഓട്ടങ്ങളൊന്നും ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ എടുത്ത ഒരു തീരുമാനമാണ്. ഓട്ടോ ഡ്രൈവർ എല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ്. നെയ്യാറ്റിങ്കര ടൗണിന് ഒരു പച്ച പൂക്കള രീതിയിൽ ചെയ്യാന്നുള്ള അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് തന്നെയാണ്. നല്ലൊരു പിന്തുണ എല്ലാവരും കിട്ടി. അപ്പോൾ ഇതെല്ലാം സംഘടിപ്പിച്ചതെല്ലാം നിങ്ങളുടെ ചെലവിൽ തന്നെയാണോ? അല്ലല്ല, നമ്മൾ എല്ലാ ഡ്രൈവർമാരെയും നമ്മൾ പൈസ സംഭരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു. ഓട്ടോ ഡ്രൈവേഴ്സ് മാത്രം. പിന്നെ ഇത് ബാക്കി ഇതിന്റെ അല്ല ഇത് എങ്ങനെ അതിന്റെ പരിപാലനമൊക്കെ? ദിവസം വെള്ളം വീഴ്ത്തുന്നത് രാവിലെ വൈകുന്നേരം വെള്ളം വീത്തും. വെള്ളം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നമ്മളെ കാശിനല്ല, നമ്മൾ പമ്പിങ്ങിന്റെ പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് നമ്മളെ കാശാണ്. ഡ്രൈവേഴ്സിന്റെ വെളിയിൽ നിന്ന് ആരെയും പിടിക്കാറില്ല, ചെയ്യാറില്ല. അപ്പൊ അത്യാവശ്യം ഭക്ഷണത്തിനുള്ളതെല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഭക്ഷണത്തിലല്ല, അത് വെണ്ടയ്ക്കയും കത്തിരിക്കയും കാര്യങ്ങളെല്ലാം അത് ചെയ്യുന്നത് വേറെയാണ്. അതിൽ നിന്നും അത് ഡ്രൈവേഴ്സ് തന്നെ വിലക്ക് വാങ്ങിച്ചാൽ നമ്മള് ജൈവവളങ്ങൾ വാങ്ങാനും വേറെ കിടാശിലില്ല. കോഴിക്കാരം, ചാണകപ്പൊടി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരി. ചേട്ടാ, ഈ പിന്നെ നിങ്ങൾ ഇവിടുന്ന് ഇത് ഈ ഉണ്ടാക്കുന്നതിനെ കഞ്ഞി വെച്ച് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. അതെ, കഞ്ഞി നല്ല കഞ്ഞിയാണ് വെച്ച് കൊടുക്കുന്നത്. കഞ്ഞി ചമ്മന്തി ഉണ്ടാവും, ചിലപ്പോൾ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാവും. എല്ലാവരും സന്തോഷമായി അത് ഈ പരിസരത്തുള്ള എല്ലാവരും ആർക്ക് വേണം ഒന്ന് കഴിക്കാം. ആ സമയത്ത് വന്ന് കഴിക്കാം. ഇന്നവർക്ക് ആയിട്ടല്ല കൊടുക്കുന്നത്, പൊതു എല്ലാവർക്കുമായിട്ട് വെച്ച് കൊടുക്കാം. വളരെ സന്തോഷമായിട്ട് എല്ലാവരും വന്ന് കുടിച്ചു പോകും. കഞ്ഞി കുടിക്കാനും എല്ലാത്തിനും ഈ സമയമാകുമ്പം എല്ലാ ആൾക്കാരും ഒരുപാട് വെളിയിലുള്ള ആൾക്കാരൊക്കെ കഞ്ഞി കുടിക്കണം. എല്ലാം ഫ്രീ ആണ്. പിന്നെ മലക്കറി ഇതെല്ലാം കൂടെ ഇട്ടുള്ള ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാം പയ്യന്മാരെ പ്രോത്സാഹനമാണ്. അല്ല, ശരിക്കും നമ്മുടെ നാടിനെ ഇതൊരു വലിയൊരു മാതൃക തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും മലക്കറി ഉണ്ടാവും. ഇപ്പൊ വെയിലായതുകൊണ്ടാണ്. വെയിലിന്റെ അതെ. ചേട്ടാ, ഇപ്പൊ ക്യൂവിലാണല്ലേ ഇപ്പോഴേ? പിന്നെ ഈ മണി അടിക്കുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതെങ്ങനെ? നമ്മളിവിടെ അടിക്കുമ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് ഒരാൾ ഓട്ടം വിളിച്ച് കഴിഞ്ഞാൽ മണി അടിക്കുമ്പോഴത്തേക്ക് വണ്ടി നേരെ ബാക്കിൽ ചെല്ലും.
അവരെ ഓട്ടോ എടുക്കാൻ പോകും. അങ്ങനെയാണ്, ഇടയ്ക്ക് എടുക്കാൻ പറ്റില്ല. കറക്റ്റ് ഓർഡറിൽ തന്നെ പോകും. നല്ലൊരു ഐക്യത്തോടെയാണ് പോകുന്നത്. ഓക്കെ. ഇവിടെ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഞ്ഞികൾ വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ആളുകൾ വെളിയിൽ നിന്ന് വിളിക്കും. വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് പറയാൻ പറ്റൂല. അപ്പോൾ അവിടെ നിന്ന് ഒരു മണി അടിക്കുമ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി എടുത്തോണ്ട് പോകും. ഓക്കെ. ആ മണി എവിടെയാ സംഭവം? മണി ഈ കാണുന്ന കയറ് ഒരു സിഗ്നലാണ്. അതായത് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു യാത്രക്കാരൻ വരികയാണെങ്കിൽ ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് ഈ കയറിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മണി വെച്ചിട്ടുണ്ട്. ഈ മണിയിൽ സിഗ്നൽ കിട്ടും. അതിനനുസരിച്ച് മുന്നിൽ നിൽക്കുന്ന ഓട്ടോറിക്ഷ പോയി അവരെ കയറ്റിക്കൊണ്ടു പോകും. നല്ലൊരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. ചേട്ടാ, എന്നാലും ഒരു വലിയൊരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ നെയ്യാറ്റിൻകര ടൗൺ സിറ്റിക്കകത്ത് ഒരു വാഴ നിങ്ങൾ കുലപ്പിച്ചെടുത്തു എന്ന് പറയുന്നത്. നിങ്ങളുടെ കൃഷി അത് വലിയൊരു സംഭവം തന്നെയാണ് ചേട്ടാ. അതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ള ഓരോ ചെടികളും എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും മേൽനോട്ടത്തിൽ തന്നെയാണ് പോകുന്നത്. ഡ്രൈവേഴ്സിന്റെ. ഓക്കെ. വളരെ സന്തോഷം. ഭംഗിയുണ്ടാവും. അതെ. പിന്നെ അത് നമ്മളിപ്പോ നെയ്യാറ്റിൻകര ടൗണിൽ എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ. ശരി. ഇത് ഇവിടെ ഓട്ടോ തൊഴിലാളികൾക്ക് ലഭിച്ച ഒരു പുരസ്കാരമാണ്. ഇതിനടുത്ത് തന്നെ ഒരു കുടിവെള്ള സംവിധാനം വെച്ചിട്ടുണ്ട്. ഭക്ഷണ വിതരണം ഇപ്പോൾ ഇന്ന് ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ പതിവായി ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് റോഡരികിൽ തന്നെ കൃഷിയും അതുപോലെ ഓട്ടോ സ്റ്റാൻഡും വളരെ അച്ചടക്കത്തോടെയുള്ള ഒരു തൊഴിലാളികൾ. ശരിക്കും നമ്മളിതൊക്കെ നമ്മുടെ നാടിൽ കണ്ടുപഠിക്കേണ്ട മാതൃകകളാണ്. ഒരുപാട് കാര്യങ്ങൾ അസംഘടിതരായിട്ടുള്ള തൊഴിലാളി വർഗത്തിനിടയിൽ തന്നെ ആ ഒരു ഐക്യം. കാരണം ഇവിടെ മറ്റ് യൂണിയനുകളോ അങ്ങനെയുള്ള ഒന്നും അവരുടെ ഇടയിലില്ല. അവരെല്ലാം വളരെ ഒറ്റക്കെട്ടായിട്ടാണ് കാര്യങ്ങൾ പെരുമാറുന്നത്. ചേട്ടാ, എങ്ങനെയൊക്കെ പോകുന്നു കൃഷിയൊക്കെ? നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ എല്ലാവിധ നമ്മുടെ ജനങ്ങളുടെ ഇടയിലൊക്കെ നല്ലൊരു പേരായല്ലേ ഈ ഒരു സംഭവം. അതെ. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു പുരസ്കാരമൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു ഓട്ടോ സ്റ്റാൻഡിന്. വ്യാപാരി വ്യവസായിയുടെ. ഓക്കെ. പിന്നെ ഇനി എന്താണ് ഭാവി പദ്ധതികൾ? തുടർന്ന് പോകണം. ഓക്കെ. പിന്നെ ഇപ്പോൾ സവാരി അല്പം കുറവുള്ള സമയമാണല്ലേ ഈ സമയം? പൊതുവെ കുറവാണെങ്കിൽ രാവിലെയും വൈകുന്നേരമാണ് കൂടുതൽ തിരക്ക് അല്ലേ? സ്കൂൾ ടൈമൊക്കെ ഓട്ടോ ഇല്ലെന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടിനിടയിൽ കൂടി തന്നെ നിങ്ങൾ ഇത്രയും ഒത്തൊരുമയുടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ. ചേട്ടൻ്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് വിജയൻ. അപ്പം ശരി ചേട്ടാ. ഓക്കെ. ഇവിടെ പ്ലാവ്, പേരയ്ക്ക, വാഴ, അതുപോലെ മറ്റ് സസ്യങ്ങളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇതിൽ നിന്ന് ഒരുപാട് ചക്കയൊക്കെ അടർത്തിയെടുത്തു. അതുപോലെ തന്നെ വാഴക്കുലകൾ ധാരാളം വെട്ടിയെടുത്തു എന്നൊക്കെയാണ്. ഇതെല്ലാം ഇവർ തന്നെയാണ് പരിപാലിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഈ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുക, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നൊക്കെ പറയുന്നതാണ്. അതൊരു വലിയൊരു മാതൃക തന്നെയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്. കിട്ടാവുന്ന സ്ഥലങ്ങളൊക്കെ പരമാവധി ഇതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് പച്ചക്കറികളൊക്കെ ധാരാളം ഇവിടെ വിളവെടുത്തിട്ടുണ്ട്. ചേട്ടാ, മൊത്തം ജൈവ കൃഷിയാണല്ലോ, വേറെ രാസവളമൊന്നും ഉപയോഗിക്കുന്നില്ല? ചാണകപ്പൊടിയും മാത്രം. ക്രമമായിട്ടാണ് അവരുടെ സവാരിക്കുള്ള ഓട്ടോയുടെ സ്റ്റാൻഡിലുള്ള അറേഞ്ച്മെൻറ്റ്. കൃത്യമായിട്ട് അവിടെ മണി മുഴക്കുന്നതിനനുസരിച്ച് തന്നെ ഏറ്റവും മുന്നിലുള്ള ഓട്ടോക്കാരന് സിഗ്നൽ കിട്ടുകയും അത് ഏറ്റവും പുറകിലാണ് യാത്രക്കാരൻ വന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു സീനിയോറിറ്റി അനുസരിച്ച് തന്നെ അവർ ആ ഓട്ടം എടുക്കുകയും ചെയ്യും. ചേട്ടാ, പേരെന്താണ്? ബിനുകുമാർ. ഓക്കെ. മാമൻ്റെ പേരെന്താ? വിനോദ്. ഓക്കെ. ഇപ്പോൾ ഓട്ടം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അല്ലേ? ഓക്കെ. വളരെ സന്തോഷം കേട്ടോ നിങ്ങളെയൊക്കെ കണ്ടുമുട്ടിയതല്ലേ.
പ്രമുഖരിവിടെ നിൽക്കുകയാണ്. ചേട്ടാ നമസ്കാരം. പേരെന്താണ്? എൻ്റെ പേര് ഗോപകുമാർ. ഓക്കെ, ചേട്ടൻ്റെ പേരാ? ബിജു. ചേട്ടൻ്റെ? പ്രസാദ്. ചേട്ടാ? അനീഷ്. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇന്ന് അതവിടെ നിന്ന് വന്ന് പിന്നെ ഇന്നത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞായിരുന്നോ? ഇന്ന് രാവിലെ അത് കഴിഞ്ഞു. ഇനി അടുത്ത് തണലാവുമ്പോൾ അടുത്ത് വെള്ളം വീഴ്ത്തുകയും വൈകിട്ടാകുമ്പോൾ കുറച്ച് പിന്നെ വളം കെമിക്കൽ അല്ലാത്ത തന്നെ വളം ഇട്ട് കാണാപ്പൊടി. പിന്നെ ഇവിടെ ശരിക്കും നിങ്ങളുടെ ഇടയിൽ മറ്റു യൂണിയനോ അങ്ങനെയൊന്നും ഇല്ലല്ലേ? ഒറ്റ യൂണിയനാണ്? എല്ലാ ഡ്രൈവേഴ്സും ഒന്നാണ്. മറ്റു രാഷ്ട്രീയം അങ്ങനെ വേർതിരിവ് ഒന്നുമില്ല. അതെ, അത് നമ്മൾ കേരളം കണ്ടുപഠിക്കേണ്ട ഒരു മാതൃക തന്നെയാണ്. ഒരു ഐക്യത്തോടെ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഭാവിയിൽ കൂടുതൽ മികച്ച പരിപാടികൾ ഇങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? ഉണ്ട്. നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയത് ഇപ്പം വിപുലമായിട്ട് കൊണ്ടുവന്നുള്ളതാണ്. നമ്മൾ ഇതെല്ലാം കുറച്ചുകൂടെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അല്ല, അത് ഏറ്റവും ഞാനിവിടെ കണ്ട ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര ടൗൺ ജംഗ്ഷനിൽ തന്നെ ഒരു വാഴ കൊലച്ചെത്തുരുത്തി മെയിൻ റോഡിൽ. അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം കൃഷി താല്പര്യമുള്ളവർക്കും അതൊരു അത്ഭുത സംഭവം തന്നെയാണ്. വേറൊരു കാര്യമുണ്ട്, അത് വലുതായിട്ട് പോലും ഒരാൾ വന്ന് തന്നെ ഇളക്കുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്തില്ല. അപ്പൊ അവരും ഈ നാട്ടുകാരായാലും യാത്രക്കാരായും അതിൻ്റെ കൂടെ സഹകരിക്കുന്നതാണ്. അതെ, അതൊരു നല്ല അനുഭവം കൂടെ. അതെ. ഓക്കെ. വളരെ സന്തോഷം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു വിശേഷവും കാണാ കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.